വ്യാഴാഴ്ച ക്രിസ്തുവാനിയിൽ സർവാധികാരിയായിട്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മുസ്ലിമെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിൽ നമ്മൾ വളരെ സന്തോഷകരമായ ഒരു കാര്യം ഓർക്കുകയാണല്ലോ. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഉർസുലാമ്മയുടെ ഡയമണ്ട് ജൂബിലി നമ്മൾ അനുസ്മരിച്ച് കർത്താവിന് നന്ദി പറയുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് സ്ത്രീകന്മാരെ വിളിക്കുന്നത് നമ്മൾ കേട്ടു. അവരെ കർത്താവ് വിളിച്ചപ്പോൾ അവർ ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യങ്ങൾ വളരെ വലുതായിരുന്നു. അവർക്ക് ഏറ്റവും പരിചയമുള്ള കടൽ തീരം, വള്ളം, വല, വഞ്ചി, അപ്പൻ, മറ്റു കൂട്ടുകാർ, പിന്നെ മത്തായിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ചുങ്കസ്ഥലം, ചുങ്ക പിരിക്കുന്ന കവാടങ്ങൾ, സമറിയാക്കാരിയുടെ കാര്യം നോക്കുവാണെങ്കിൽ കുടം ഉപേക്ഷിച്ചിട്ട് ഓടുന്നു. ഇങ്ങനെ കർത്താവ് വിളിച്ച ആളുകൾ ഒരുപാട് കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് ഈശോയോട് ചേർക്കപ്പെടുകയാണ്. വൈദികരും സമർപ്പിതരും വാസ്തവത്തിൽ അവരുടെ ജീവിതത്തിലെ ഒരുപിടി കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ വിട്ടുകളയുന്ന കാര്യങ്ങളുടെ പട്ടിക. എന്നാൽ ഈ വിട്ട് കളയുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ മുൻപോട്ടുള്ള ഒരു കുതിപ്പ് നടത്തുകയാണ്. ഈശോ പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്, നിങ്ങൾ നല്ല പണിക്കാരാണ്, മീൻ പിടിക്കാനറിയാം, പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്ന ആളുകളാക്കാം. അതവർക്ക് പുതിയ ഒരു വെളിച്ചമായിരുന്നു. മനുഷ്യരെ പിടിക്കുന്ന മുക്കുവന്മാർ അതെന്താണ്? അവർക്ക് ആലോചിച്ച് കൂട്ടത്തിൽ നടന്ന് കണ്ടുപിടിച്ച ഒരു കാര്യമാണല്ലോ. ദൈവവചനം കൊണ്ട് മനുഷ്യരെ പിടിക്കാം. അങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി മനുഷ്യരെ പിടിക്കേണ്ടത് എന്ന്. ഈശോയുടെ കാര്യം തന്നെ നമ്മൾ നോക്കിയാലും ഈശോ 12 വയസ്സുവരെ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ മരപ്പണിയൊക്കെ പഠിച്ച് ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ആശാരിയുടെ മകനായിട്ട് വീട്ടിൽ താമസിച്ച് തടിപ്പണി സാമാന്യം വശമാക്കിയിരുന്നു. 12 വയസ്സ് മുതൽ ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ വലിയ മാറ്റങ്ങൾ കാണുന്നുണ്ട്. പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ ഈശോ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ കാര്യത്തിലല്ല, എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ എനിക്ക് ശുഷ്കാന്തിയാണ്. അതാ മാതാപിതാക്കൾക്ക് വലിയൊരു തിരിച്ചറിവായിരുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണം. മറ്റൊരവസരത്തിൽ ശ്രീകന്മാരോട് പറഞ്ഞു, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അത് സ്ത്രീകന്മാരും അത് മനസ്സിലാക്കാൻ വളരെയേറെ വിഷമിച്ചു. നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ഒരിക്കൽ അമ്മയെ പുറത്തു നിൽപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ദൈവവചനം കേൾക്കുന്ന ആരും എൻ്റെ അമ്മയാണ്. ഇങ്ങനെ വ്യത്യസ്ത അവസരങ്ങളിൽ ഈശോയുടെ ജീവിതത്തിലും വലിയൊരു ചാട്ടം, ഒരു ദൈവവിളിയുടെ ചാട്ടം ഈശോയുടെ ജീവിതത്തിലുമുണ്ട്. സ്ത്രീകന്മാര്, മുക്കവന്മാര് മീൻപിടുത്തത്തിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് മാറുന്നത് പോലെ ഈശോയുടെ ജീവിതത്തിലും അമ്മയെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചുമെല്ലാം പറയുമ്പോൾ വളരെ മഹത്തരമായ ഒരു വിളിയുടെ പ്രബോധനം ഈശോ നൽകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വൈദികരും സമർപ്പിതരും ഒരുപിടി കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് ശുശ്രൂഷയുടെ
മണ്ഡലങ്ങളിലേക്ക് വരുന്നത്. അങ്ങനെ ഇസ്ലാമിനെയും ദൈവവചനത്തെക്കുറിച്ച്, ശ്ലീഹന്മാരെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് ഒക്കെ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രിഗേഷൻ ഓഫ് ജീസസിൽ തന്നെ ചേർന്ന് കളയാം എന്ന് വിചാരിച്ചത്. വളരെ വ്യത്യസ്തമായ പേരോടുകൂടി വേറിട്ട് നിൽക്കുന്ന ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഒരു സമൂഹമാണല്ലോ കോൺഗ്രിഗേഷൻ ഓഫ് ജീസസ്. അതിൻ്റെ അംഗമായിട്ട് ചേർന്ന് വ്രതവാഗ്ദാനങ്ങളിലൂടെ ഇന്ന് അതിൻ്റെ ഡയമണ്ട് ജൂബിലിയുടെ അനുസ്മരണം നമ്മൾ നടത്തുമ്പോൾ അമ്മ ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് ദൈവവചനം കൂട്ടുപിടിച്ച് ദൈവത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്തവളാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, വടക്കേ ഇന്ത്യയിലും ഇവിടെ നമ്മളുടെ ഈ കൊച്ചു ഗ്രാമത്തിലും വ്യത്യസ്തമായ ശുശ്രൂഷകൾ അവർ ചെയ്തു. നൈനിറ്റാളെ കേന്ദ്രമാക്കി ഞാൻ നാളെ വിസിറ്റിലേക്ക് വന്നപ്പോൾ അമ്മയെ കണ്ടപ്പനോട് പറഞ്ഞു, 10-20 വർഷങ്ങളധികം അവിടെ ശുശ്രൂഷ ചെയ്തു. പരിശീലനങ്ങളിൽ, കുട്ടികളോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, പൊതുജനങ്ങളുടെ പ്രത്യേകമായ ശ്രദ്ധയിൽ, ഇടവക വികാരിയോട് ചേർന്നുള്ള പ്രവർത്തനം. നൈനിറ്റാള് കുട്ടികൾക്ക് പോലും അറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സുന്ദരമായ സ്ഥലമാണ്. ഇവിടെ നെഹ്റുവും പട്ടേലുമൊക്കെ വിശ്രമിക്കുന്നതിന് വേണ്ടി പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇന്നും ധാരാളം ആളുകൾ നൈനിറ്റാള് കാണാനും വിശ്രമിക്കാനും പോകുന്നുണ്ട്. അങ്ങനെ വലിയൊരു കേന്ദ്രത്തിലായിരുന്നു അമ്മ 2 പതിറ്റാണ്ടിലധികം ശുശ്രൂഷ ചെയ്യുന്നത്. പിന്നീട് ഇവിടെ വന്ന് നമ്മളുടെ ഈ പ്രദേശത്ത് ഈ കോൺഗ്രിഗേഷൻ ആരംഭിക്കുന്നതിനും അതിൻ്റെ തുടക്കം മുതൽ വലിയ ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് ഈ പ്രദേശത്തിൻ്റെ ഒരു അമ്മ എന്ന നിലയിൽ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. ഇവിടെയും 20-ലധികം വർഷങ്ങൾ അവർ വിലപ്പെട്ട സേവനം ചെയ്തു. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇസ്ലാമ വളരെ ശ്രദ്ധയോടുകൂടി സഭയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന നല്ല ഒരു സമർപ്പിതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല പ്രാർത്ഥന, നല്ല പെരുമാറ്റം, ഇടവക വികാരിയോട്, രൂപതാധ്യക്ഷന്മാരോട്, പൊതുജനങ്ങളോടൊക്കെ നല്ല വിവേകത്തോടെ പക്വതയുള്ള രീതിയിൽ, എന്നാൽ ഒരു അമ്മയ്ക്കെടുത്ത എല്ലാ സ്നേഹവായ്പോടും കൂടെ പെരുമാറാനും ഇടപെടാനും അറിയാവുന്ന ഒരു സമർപ്പിതയാണ്. ഇസ്ലാമിയുടെ വളരെ വിശിഷ്ടമായ സവിശേഷതകൾ അതാണ്. ഏത് ആവശ്യത്തിലും രൂപതാകേന്ദ്രത്തിൽ വരികയും മുഖത്ത് നോക്കി കാര്യം പറയുകയും ചെയ്യും. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പറയാനുള്ള കാര്യം പറയുകയും പോകും. അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു നേതൃത്വ വാസന കൂടിയുള്ള ഒരു വ്യക്തിയാണ് അവർ. അവരുടെ സ്വന്തക്കാർ, വെഞ്ചിപ്പുരക്കൽ കുടുംബാംഗങ്ങളും മറ്റ് സ്വന്തക്കാരുമെല്ലാം ഉണ്ട്. ആ വൈദികരും നമ്മൾ ഒന്നിച്ചാണ് ഈ ബലിയർപ്പിക്കുന്നത്. അത് കുടുംബക്കാർക്കെല്ലാം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അവിടെയും ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷത്തിൻ്റെ ഒരംശം കിടപ്പുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഈ ശ്ലീഹന്മാര് ഇതെല്ലാം ഉപേക്ഷിച്ച് പോയി കർത്താവിൻ്റെ കൂട്ടത്തിൽ നടന്ന് മരണോത്ഥാനങ്ങൾ ഈശോയുടെ കഴിഞ്ഞ് അവർ വീണ്ടും ആ കടൽ തീരത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്ത് അവരെ കണ്ടുപിടിക്കുന്നത് ഈശോ എവിടെ വെച്ച് അവരെ വിളിച്ചോ അവിടെ വെച്ച് തന്നെയാണ്. അവരെല്ലാവരും മടങ്ങി പഴയ തൊഴിൽ മറക്കാണ്ട് പഠിച്ച പണിയോടുള്ള ആ ഒരു ആദരവും ആ ഒരു ബഹുമാനവുമെല്ലാം കാരണം അവർ വീണ്ടും കടൽ തീരത്ത് നിൽക്കുകയാണ്. ഈശോയുടെ കാര്യവും ഞാൻ വിചാരിക്കുന്നു ഈ വലിയ പ്രബോധനങ്ങളെല്ലാം തന്ന് ഏറ്റവും അവസാനം ഈശോയും ഒരു മരത്തടിയും ചുമന്ന് കാൽവരിയിലേക്ക് പോവുകയാണ്. ആദ്യം കൊച്ചുനാളിൽ പണിത് പരിചയമുള്ള ആ തടി ഈശോ അവസാനം ആ തടിയിലേക്ക് വീണ്ടും മാറുകയാണ്. ഉർസുലാമിയും ഇന്ന് സ്വന്തക്കാരോടും ബന്ധക്കാരോടും പരിചയക്കാരോടും എല്ലാം ആയിരുന്നുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടതെല്ലാം നല്ല അർത്ഥത്തിലെടുത്തുകൊണ്ട് ശ്ലീഹന്മാർ വീണ്ടും കടൽ തീരത്ത് ആയതുപോലെ ഈശോ വീണ്ടും തടി ചുമക്കുന്നത് പോലെ ഇന്ന്
പരിചയക്കാരുടെ കൂട്ടത്തിൽ ഇവിടെ ആയിരിക്കുകയാണ്. അതിലും സുവിശേഷത്തിൻ്റെ മഹത്തരമായ ഒരു ചിന്തയുണ്ട്. ഈശോ വീട് പണിതത്, കുരിശ് ചുമന്നത് കൊച്ചുനാളിൽ പണിത് പരിചയമുള്ള ആ തടി കൊണ്ട് തന്നെയാണ്. ശ്ലീഹന്മാർ മനുഷ്യരെ പിടിക്കുന്ന മുക്കുവന്മാരായി മാറിയത് മീൻപിടുത്തത്തിൻ്റെ തന്ത്രങ്ങൾ അവർക്കറിയാവുന്നതുകൊണ്ടാണ്. എവിടെയാണ് വല വീശേണ്ടത്, എപ്പോഴാണ് മീൻ കിട്ടുന്നത്, നടുക്കടൽ എവിടെയാണ്, തീരം എവിടെയാണ്, കാറ്റും കോളും എങ്ങനെയാണ്, ആ പരിചയ സമ്പത്ത് നമ്മളുടെ ശുശ്രൂഷയ്ക്ക് ആവശ്യമാണ്. ഉർസുലാമ്മ ഡയമണ്ട് ജൂബിലിയിൽ നിൽക്കുമ്പോൾ ഈ സ്വന്തക്കാരുടെ അടുപ്പം അമ്മയ്ക്ക് ഒന്നുകൂടെ ആ സമർപ്പിത ജീവിതത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കാൻ ആവശ്യമാണ്. അത് വളരെ ഉചിതമായ രീതിയിലാണ് ഇന്ന് സ്വന്തക്കാരും ബന്ധുക്കളും ഇടവക്കാരുമായിട്ട് ഈ സമർപ്പിത സമൂഹത്തിൻ്റെ വലിയ ശുശ്രൂഷകരായ ഉർസുലാമ്മയായിരിക്കുന്നത്. നമുക്ക് ഉർസുലാമ്മയെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൻസാമ്മയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അമ്മയ്ക്ക് ധാരാളമായി ദൈവകൃപ ഇനിയും വാങ്ങിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അമ്മയ്ക്കെല്ലാ ദൈവിക അനുഗ്രഹവും യാചിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.